का है. Take your textbook page number 73. नया नया पाठ है. गया चैप्टर में थोड़ा वर्क देने का वो मैं बाद में दूंगी. हाँ, some works have pending. I will give it through WhatsApp. Now, we can take this lesson. Its name is Christmas. Already we celebrated. Is it? Okay. You know about Christmas. Is it? In our chapter about Christmas. Look at your textbook. Christmas एक प्रमुख त्योहार है. त्योहार means festival. प्रमुख means chief. Christmas is a chief festival. All over the world celebrate Christmas. Is it? അല്ലേ? നമ്മള് ലോകത്തിൽ എല്ലാവരും ഏത് ആഘോഷിക്കാറുണ്ട്? നമ്മള് ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ക്രിസ്മസ് ഈസ് എ ചീഫ് फेस्टिवल. क्रिसमस एक प्रमुख त्योहार है. Then next line, यह 25 दिसंबर को आता है. When we celebrate every year 25th December. ले यह 25 means 25. ले 25 December. December is December. It comes on 25th December. അല്ലേ? എല്ലാ വർഷവും ഡിസംബർ 25-ാം തീയതി യാതൊരു മാറ്റവും ഇല്ല. നമ്മൾ എന്ത് ആഘോഷിച്ചിരിക്കും? ക്രിസ്മസ് ആഘോഷിച്ചിരിക്കും. ഓക്കെ. क्रिसमस यीशु के जन्म का त्योहार है. ओके, यू नो ले क्रिसमस यीशु के जन्म का त्योहार है. എന്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ക്രിസ്മസ് അല്ലേ? യേശു കെ ജന്മ. ജന്മ മീൻസ് ബർത്ത് അല്ലേ? ജനിച്ച ദിവസം അല്ലേ? നമ്മളൊക്കെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. അതുപോലെ യേശുവിനുണ്ട് ഒരു ജനിച്ച ദിവസം അല്ലേ? ജന്മ. ക്രിസ്മസ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ദി ബർത്ത് ഓഫ് ജീസസ് അല്ലേ? ജീസസിന്റെ ബർത്തിനോടനുബന്ധിച്ചാണ് നമ്മൾ എന്ത് ആഘോഷിക്കുന്നത്? ക്രിസ്മസ് ആഘോഷിക്കുന്നത്. Bethlehem की next paragraph. First paragraph finished. Again I will read that paragraph. Christmas एक प्रमुख त्योहार है. It means that Christmas is a chief festival. Chief festival ആണ് Christmas. Next, year 25 दिसंबर को आता है. It comes on 25th December. Next, Christmas यीशु के जन्म का त्योहार है. Christmas is the festival of Jesus' birth. ജീസസിന്റെ ബർത്തിനോടനുബന്ധിച്ചുള്ളതാണ്. Next paragraph. बथलेहम की एक गौशाला में यीशु का जन्म हुआ. Bethlehem. You heard of that place? Bethlehem. ले गौशाला means cow shed. Cow shed. പശുക്കളുടെ തൊഴുത്തിനെ പറയുന്ന പേരാണ് ഗോശാല. cow shed. എവിടെയാണ് നമ്മുടെ യേശു ജനിച്ചത്? ഇതാണ് പറയാൻ പോകുന്നത് അല്ലേ? Bethlehem की एक गौशाला में यीशु का जन्म हुआ. Jesus was born in a cow shed at Bethlehem. അല്ലേ? ബെത്ലഹേമിലുള്ള ഒരു കാലിത്തൊഴുത്തിലാണ് നമ്മുടെ യേശു, ഉണ്ണിയേശു അല്ലേ, ജീസസ് ക്രൈസ്റ്റിന്റെ ജനനം ഉണ്ടായിട്ടുള്ളത്. കുറെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം അതിനെ പറ്റിയിട്ട് അല്ലേ? നമുക്ക് വളരെ ബ്രീഫായിട്ട് കുറച്ച് സെന്റൻസേ നമുക്ക് തന്നിട്ടുള്ളൂ. നമുക്ക് ക്ലാസ് ഒക്കെ ഉള്ള സമയമാണെങ്കിൽ വിസ്തരിച്ച് നമുക്ക് ആ കഥയൊക്കെ പറഞ്ഞിട്ട് തുടങ്ങായിരുന്നു. സാരമില്ല കേട്ടാ. നമുക്ക് അവസരം കിട്ടുമ്പോ ക്ലാസ്സിൽ വരുമ്പോ ആ കഥയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയണ കഥ തന്നെയാണ്, എന്നാലും നമുക്ക് അതൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഇത് മാത്രം എടുത്ത് നീങ്ങാം. നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പറഞ്ഞിട്ട് നീങ്ങാം. നെക്സ്റ്റ് ലൈൻ. इसकी याद में लोग खास फूसों से नांद बनाते हैं. नांद क्लिप. നമ്മൾ ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലല്ലേ നമ്മള് ഉണ്ണിയേശുവിനെ കൊണ്ടുവയ്ക്കാൻ രാത്രി. അത്
ചെയ്യുന്നത് നമ്മളെ അല്ലേ പുല്ലും വൈക്കോലും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പുൽക്കൂടൊരുക്കും. ഏതിന്റെ യാത്? The memory of അല്ലെ the memory of കൗശത്തിന്റെ ആ ഒരു മെമ്മറി, ആ ഒരു ഓർമ്മ നിലനിർത്താനാണ് we make അല്ലെ ക്രീം ഉണ്ടാക്കും നമ്മള്, പുൽക്കൂട് ഉണ്ടാക്കും നമ്മള് അല്ലെ with what? With glass അല്ലെ ഗ്ലാസ് ഒക്കെ വെച്ച് വൈക്കോലൊക്കെ വെച്ച് നമ്മള് നല്ല ഭംഗിയിലെ ഒരുക്കും യേശുവിന്റെ പുൽക്കൂട് അല്ലെങ്കിൽ നമ്മുടെ കാലിത്തൊഴുത്ത് എന്ന് പറയുന്നത്. इसमें शिशु यीशु की मूर्ति को अलंकृत कर रखते हैं. इसमें in this crib നമ്മുടെ ഈ പുൽക്കൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ശിശു യേശു की അല്ലേ ഉണ്ണി യേശു, ശിശു അല്ലേ കുഞ്ഞാണ്, ജനിച്ചതാണ് അല്ലേ, ആ കുഞ്ഞിന്റെ മൂർത്തി, ഐഡൽ എന്ന് പറയും നമ്മള്. ഐഡൽ എന്ന് പറഞ്ഞാൽ വിഗ്രഹം, മൂർത്തി എന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്നുള്ളതാണ്. ആ ഐഡൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ അലങ്കരിച്ച് കൊണ്ടുവയ്ക്കും. രാത്രി 12 മണിയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യേശു ജനിക്കുന്ന സമയമാണ്. അതിനു മുന്നേ നമ്മള് പുൽക്കൂടൊക്കെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ആ സമയമാവുമ്പോൾ നമ്മള് ഉണ്ണി യേശു ജനിക്കുന്ന ആ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ട് നമ്മള് ഉണ്ണി യേശുവിനെ കൊണ്ടുവയ്ക്കും. മെഴുകുതിരിയൊക്കെ കത്തിക്കും, ബൾബൊക്കെ അലങ്കരിച്ച് വീട് മൊത്തം അല്ലെ നമ്മളെ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. ആഘോഷിച്ചില്ലേ എല്ലാവരും? ആഘോഷിച്ചോട്ടാ, എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കണം നമ്മള്. Again I will read that paragraph, listen carefully. Bethlehem की एक गौशाला में यीशु का जन्म हुआ. No, Bethlehem ആ സ്ഥലം ഓർമ്മിച്ചോളൂ. Jesus was born in കൗശൽ, ബെത്ലഹേമിലുള്ള കൗശലിലാണ് നമ്മുടെ ഉണ്ണി യേശുവിന്റെ ജനനം. നെക്സ്റ്റ് എന്താണ്? इसकी याद में, in the memory of, याद means memory, इसकी याद में लोग खास फूसों से नांद बनाते हैं. नांद means small bed ആണ് ഉദ്ദേശിക്കുന്നത്, ക്രിബ് അല്ലേ. ആ സ്മോൾ ബെഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഉണ്ണി യേശുവിനെ കൊണ്ടുപോയി കിടത്തും. इसमें शिशु यीशु की मूर्ति को अलंकृत कर रखे हैं. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? ഉണ്ണി യേശുവിന്റെ ആ മൂർത്തി, ഐഡൽ അല്ലെങ്കിൽ ആ എന്താ പറയാ വിഗ്രഹം, ആ വിഗ്രഹത്തെ നമ്മൾ കൊണ്ടുപോയി അവിടെ വെച്ച് അലങ്കരിക്കും, നല്ല ഭംഗിയിൽ കൊണ്ടുവയ്ക്കും അല്ലെ. Turn, take the next page. 24 दिसंबर को ही लोग अपने घरों को अलंकृत करते हैं. 24 means 24. എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. 20, 21, 22, 23, 24, 25. അപ്പൊ 24 ബിഫോർ ദാറ്റ് ഡേ അല്ലേ, നമ്മുടെ ക്രിസ്മസിന്റെ മുന്നത്തെ ദിവസം. അതൊന്നല്ല, നമ്മൾ കുറെ ദിവസം മുമ്പ് തന്നെ വീടൊക്കെ അലങ്കരിച്ചിട്ടുണ്ടാവും അല്ലെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട്. പക്ഷെ ഇവിടെ പറയുന്നു 24 ഡിസംബർ ആണ് മെയിൻ. 24 ഡിസംബർ 24 ഡിസംബർ 24 എവരി വേൾഡ് അല്ലെ, ലോകത്തിലെ എല്ലാവരും തന്നെ എന്ത് ചെയ്യും? ഡെക്കറേറ്റ് their own houses അല്ലെ. അവരവരുടെ വീടുകളൊക്കെ തന്നെ ഡെക്കറേറ്റ് ചെയ്യും. എങ്ങനെയൊക്കെയാ ഡെക്കറേറ്റ് ചെയ്യുക? നമ്മള് നല്ല നല്ല ഭംഗിയുള്ള ബൾബുകൾ ഉണ്ടായിരിക്കും അല്ലെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റാറുകൾ ഉണ്ടായിരിക്കും. ഓരോ വർഷം ചെല്ലുമ്പോഴും പുതിയ പുതിയ എത്ര ഭംഗിയുള്ള സ്റ്റാറുകളാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പുറത്തെ വീട്ടിലത്തെക്കാട്ടി നല്ല ഭംഗിയുള്ളതായിരിക്കണം നമ്മുടെ വീട്ടിൽ എന്നാണ് നമ്മുടെ ആഗ്രഹം ഉണ്ടാവുക അല്ലെ. അപ്പൊ മൊത്തം വീട് മൊത്തം ബൾബും എന്തൊക്കെയാണോ നമുക്ക് അലങ്കരിക്കാനായിട്ട് സാധിക്കുക അതൊക്കെ പുൽക്കൂടൊക്കെ വേറെ ഒരിതില് അല്ലെ. അങ്ങനെ എല്ലാം കൊണ്ടും എന്താണ് എല്ലാവരും all world നമ്മൾ എന്താണ് अपना घर अलंकृत करते हैं, अपने घरों को अलंकृत करते हैं. अलंकृत means to decorate, അലങ്കരിക്കുക എന്നുള്ള അർത്ഥം. to decorate, all are decorated when 24 ഡിസംബർ 24th. നെക്സ്റ്റ് എന്തുകൊണ്ടൊക്കെയാ അലങ്കരിക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. गुब्बारे, कागज के तारे, क्रिसमस वृक्ष, दीपमालाएं आदि सजाते हैं. आदि means etc. ഏതൊക്കെയാ? गुब्बारे, गुब्बारे means balloon. ബലൂണുകളൊക്കെ നമ്മള് കെട്ടിത്തൂക്കും അല്ലെ ഭംഗിയില്. നെക്സ്റ്റ് കാഗസ് കെ താരെ, കാഗസ് മീൻസ് പേപ്പർ, പേപ്പർ സ്റ്റാർ. പേപ്പർ ഒന്നല്ല അല്ലെ, ബുക്ക് അച്ചടിക്കുമ്പോൾ
പഠിക്കുമ്പോ അവര് ആ സമയത്ത് പേപ്പർ കൊണ്ടുള്ള സ്റ്റാർ ഒക്കെ ഉണ്ടായിരുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ അതൊന്നല്ല, നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റാറുകൾ നിങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാ നല്ലത് അല്ലേ? നല്ല ഭംഗിയില്. അപ്പൊ നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുകയും ചെയ്യും, ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ കാഗസ് കെ താരെ, താര മീൻസ് സ്റ്റാർ, താരെ സ്റ്റാർസ് പ്ലൂറൽ അല്ലേ? താരെ. ക്രിസ്മസ് വൃക്ഷ്, ക്രിസ്മസ് ട്രീ അല്ലേ? അതൊരു രസാ അല്ലേ? ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അത് കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പൊ ക്രിസ്മസ് ട്രീ വെക്കും. ദീപമാലയെ, ദീപം കൊണ്ടുള്ള മാലകളൊക്കെ തന്നെ, അതായത് നമ്മൾ മാല വെക്കുന്നതൊക്കെ നമ്മൾ കറക്റ്റ് മലയാളത്തിൽ പറയും അല്ലെ? ആ സംഭവം തന്നെ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സജാന, സജാന ഈസ് ഓൾസോ ടു ഡെക്കറേറ്റ്. സജാന എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെക്കറേറ്റ് ആണ്. അലങ്കൃത് എന്ന് പറഞ്ഞാലും ഡെക്കറേറ്റ് ആണ്, സജാന എന്ന് പറഞ്ഞാലും ഡെക്കറേറ്റ് ആണ്. അപ്പൊ നമ്മൾ നല്ല കുബ്ബാരെ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാം. കുബ്ബാരെ, കാഗസ് കെ താരെ, ക്രിസ്മസ് വൃക്ഷ, ദീപമാലയെ ആദി സേ സജാത്തെ ഹേ. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? We decorated our own houses അല്ലേ? നമ്മുടെ വീട് അലങ്കരിക്കും, നമ്മള് ഹൗസ് ഷെഡ് ഉണ്ടാക്കി വെക്കും, അതിൽ നല്ല ബെഡൊക്കെ റെഡിയാക്കും അല്ലേ? ബെഡൊക്കെ വെച്ച് നല്ല സ്മോൾ ബെഡ്, സ്മോൾ ശിശു ആണ് അല്ലേ? ഈ ശിശു യേശു എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, കുഞ്ഞാണ്. അപ്പൊ ആ കുഞ്ഞിനെ കിടത്താനുള്ള ബെഡൊക്കെ റെഡിയാക്കി നമ്മള് റെഡി ആയിരിക്കും. യേശു ജനിച്ചിങ്ങനെ വരേ വേണ്ടു നമുക്കതിനെ വെക്കാനായിട്ട് അല്ലെ? മൂർത്തി, മൂർത്തി മീൻസ് വിഗ്രഹം. ആ വിഗ്രഹത്തെ നമ്മള് ആ ഓർമ്മയിലാണ് യേശു നമ്മുടെ അവിടെ ജനിച്ചു, ബത്ലഹേമിൽ ജനിച്ചു. ആ യേശുവിനെ നമ്മൾ നമ്മുടെ വീട്ടിലും പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ അതിനെ ആഘോഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒക്കെ വീടുകളിൽ യേശു ഉണ്ട് അല്ലെ? എല്ലായിടത്തും ഉണ്ട്, ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് നമുക്കറിയാം. അത് യേശു ആയാലും ഈശ്വരനായാലും അള്ളാഹ് ആയാലും എല്ലാവരും നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ക്രിസ്മസ് എല്ലാം ആഘോഷിക്കണം, എല്ലാം ആഘോഷിക്കണം അല്ലെ? അപ്പൊ അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഡെക്കറേറ്റഡ്. നീ രാത് കോ ഗിരിജാഗർ ജാകർ പ്രാർത്ഥന കർത്തേ ഹേ. ഗിരിജാഗർ മീൻസ് ചർച്ച് അല്ലെ? ചർച്ചിൽ പോകണം. നമ്മളെ ഏതൊരു ആഘോഷമാണെങ്കിലും ആ ആഘോഷവും നമുക്ക് അതിനോടനുബന്ധിച്ച് നമ്മുടെ മതപരമായിട്ടുള്ള മോസ്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചർച്ച് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ടെമ്പിൾ ഉണ്ടായിരിക്കും അല്ലെ? അവിടെ പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. അപ്പോ ക്രിസ്മസ് നമ്മള് ഏതിനോടനുബന്ധിച്ച് ചർച്ചില് നമുക്ക് അതിനോടനുബന്ധിച്ച് സ്പെഷ്യൽ പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എവിടെയാണ്? രാത്രിയിലാണ് യേശു അല്ലെ? അപ്പൊ നമ്മൾ രാത്രിക്കോ ഗിരിജാഗർ, രാത്രി മീൻസ് നൈറ്റ്, രാത്രി. ഗിരിജാഗർ മീൻസ് ചർച്ച് അല്ലെ? ഇവൻ ടു ചർച്ച്. ഇതിനാണ് പ്രാർത്ഥന കർത്തേ ഹേ. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനായിട്ട് നല്ലത് എന്താണ്? കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുക അല്ലെ? അത് ചർച്ചിലോ അല്ലെങ്കിൽ മോസ്കിലോ അല്ലെങ്കിൽ ടെമ്പിളിലോ ഒക്കെ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സുഖം ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പോകുന്നത്? പ്രാർത്ഥിക്കാനായിട്ട് നമ്മള് രാത്രിയില് നമ്മള് യേശുവിന്റെ ഓർമ്മ ഉള്ള ആ സമയത്ത്, യേശു ജനിക്കുന്ന ആ സമയത്ത് നമ്മള് അവിടെ പോയി പ്രാർത്ഥനയിൽ ഇരിക്കുന്നത് അല്ലെ? പ്രാർത്ഥന. Again that paragraph. 24 ഡിസംബർ को ही ശ്രദ്ധിച്ചാടാ, വാക്കുകൾ ശ്രദ്ധിക്കുക. 24 दिसंबर को ही लोग अपने घरों को अलंकृत करते हैं. December 25th we decorated our house, our home. 24th December. Then with എന്തുണ്ടെങ്കിയാ decorate with the gubbare, balloon, कागज के तारे, paper stars, Christmas tree, Christmas वृक्ष, Christmas tree, then ദീപമാലയെ, നമ്മുടെ ലൈറ്റ് കൊണ്ട് അലങ്കരിക്കുന്ന ആ മാലകളാണ് ദീപമാലയെ. ആദി സേ സജാത്തെ, ആദി സജാത്തെ, ആദി മുതലായവ അല്ലെ? എക്സ്ട്രാ ഇനിയുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് നമുക്ക് അലങ്കരിക്കാനായിട്ട് അല്ലെ? അതൊക്കെ വെച്ചുകൊണ്ട് we decorated our home. 24th December. Then रात को गिरिजागर जाकर प्रार्थना करते हैं अल्ले? we are going at night, midnight अल्ले? രാത്രിയിൽ നമ്മൾ ചർച്ച് അല്ലെ? ചർച്ചിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. നെക്സ്റ്റ് പാരഗ്രാഫ്, one line also. Christmas ആനന്ദ്, ആനന്ദ് means happy. ത്യാഗ്, ത്യാഗ് means sacrifice. Next, samanata, samanata means equality.
അല്ലെ? സന്ദേശം മീൻസ് മെസ്സേജ്. എന്ത് മെസ്സേജ് ആണ് നമുക്ക് ക്രിസ്മസ് തരുന്നത്? ഹാപ്പിനെസ് ഉണ്ട്, സാക്രിഫൈസ്. സാക്രിഫൈസ് ചെയ്യുന്ന ത്യാഗം ചെയ്യാന്ന് എന്താണ്? നമ്മൾ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്ന ജീവിതത്തിൽ അല്ലെ? കടുംപിടുത്തോ പിടിവാശിയോ ഒക്കെ പാടില്ല. നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മള് അപ്പൊ യേശു നമുക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗം ചെയ്തു അല്ലെ? അപ്പോ അതേപോലെ യേശുവിന്റെ ആ ഒരു സ്നേഹവും ത്യാഗ മനോഭാവവും സഹിഷ്ണുതയും ഒക്കെ നമ്മളിലും ഉണ്ടാകണം. അപ്പൊ ആ ത്യാഗം, അതുപോലെ തന്നെ ഈക്വാലിറ്റി, എല്ലാവരും തുല്യരാണ്. ഈ ഭൂമിയിൽ ജനിച്ച നമുക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഇവിടെ ജീവിക്കാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും സന്തോഷിക്കാനും ഒക്കെ, അപ്പൊ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ നമുക്ക് പങ്കുചേരാനും സന്തോഷത്തിന് പങ്കൊക്കെ നമുക്ക് വേണം അല്ലെ? എല്ലാം നമ്മൾ ഒന്നാണ്, എല്ലാവരും ഒരേപോലെയാണ് എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ ഇവിടെ പ്രശ്നമൊന്നും ഇല്ല അല്ലെ? നമ്മുടെ ഇടയിലൊക്കെ ചെറിയ ഈഗോ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പ്രശ്നം ഉണ്ടാകുക. അപ്പൊ അത് യേശു പറഞ്ഞ, യേശുവിന്റെ ആ ക്രിസ്മസിനോട് കൂടി നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? സാക്രിഫൈസ് ഉണ്ടായിരിക്കണം, ഈക്വാലിറ്റി ഉണ്ടാവണം അല്ലെ? ഒപ്പം തന്നെ ഹാപ്പിനെസ് ഉണ്ടാവണം. ആരും സങ്കടപ്പെടരുത്. ആരും സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് യേശു ത്യാഗം സഹിച്ചത്. അതേപോലെ നമ്മളും ത്യാഗ മനോഭാവത്തോടു കൂടി നല്ല കുട്ടികളായിട്ട് ജീവിക്കണം എന്ന സന്ദേശമാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ ക്രിസ്മസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ തരുന്നത്. അണ്ടർസ്റ്റാൻഡ്? Are you happy? Can you read? Okay, I will throw next words on to WhatsApp. Don't worry, if any doubts you can ask every time.